ആ ലത്തീഫ്, എന്താ അതൊരു മൂടൽ മഞ്ഞ് കാണാനില്ലല്ലോ. അല്ല ഫോണിന് അസുഖമൊന്നുമില്ലല്ലോ, ആളെ കാണുന്നില്ല. ആണോ? ആ ആ. അല്ല ലൈറ്റ് ഇട്ടിട്ടില്ലേ അവിടെ? ലൈറ്റ് ഇല്ലേ? ഇരുട്ടാണോ? ആ അതാ ഞാൻ കൂളിംഗ് ഗ്ലാസ് വെച്ചോണ്ടാണോ? മഴക്കാറാണോ? ലത്തീഫ എവിടെ വീട്? ആ ശരി. എന്ത് ചെയ്യുന്നു? ആ ആ. അപ്പൊ എങ്ങനെയുണ്ട്? കാലൊക്കെ റെഡിയായോ? 6 എല്ല് പൊട്ടി. ആ അപ്പൊ ഞാന് കാലിന്റെ വിവരം അറിയാൻ വേണ്ടി വിളിച്ചതാ. ആ അറിയാലേ കള്ളൻ. അപ്പൊ 10 ലക്ഷം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പൊ ബാക്കി 9,90,000 എനിക്ക് തന്നോളൂ. അപ്പൊ ഈ ആക്സിഡന്റും കാലൊടിഞ്ഞുമൊക്കെ നന്നായി. അത് കാരണമാണ് ഇപ്പൊ ഈ ബോച്ചെട്ടി വാങ്ങാനും വെറുതെ ഇരിക്കുമ്പോ ഇതൊക്കെ കാരണമായത് അല്ലേ? ആ ചില അപകടങ്ങൾ നമ്മളെ രക്ഷിക്കും. വഴിത്തിരിവാന്നൊക്കെ പറയില്ലേ? ആ അല്ലെങ്കിൽ ഹോട്ടലിലൊന്നും പണിയെടുത്ത് തിരക്കായിരിക്കുമല്ലോ. ബോച്ചേറ്റിയൊക്കെ ആര് കാണാൻ, ആര് കേൾക്കാൻ? എന്ത് ബോച്ചേറ്റി, എന്ത് ലക്കി ഡ്രോ. ഇപ്പൊ വേദന കുറവുണ്ടോ? ഈ 10 ലക്ഷത്തിന്റെ വിവരം അറിഞ്ഞപ്പോ ഇത്തിരി വേദന കുറവുണ്ടല്ലോ അല്ലേ? വേദന മറന്നില്ലേ കുറച്ചു നേരത്തേക്ക്? എന്തോ കേട്ടില്ല. ആരുടെ വൈഫായിട്ട്? ആ നിങ്ങളുടെ സ്വന്തം വൈഫായിട്ട് അല്ലേ? വൈഫില്ലെങ്കിൽ ലൈഫ് ഉണ്ടല്ലോ. എല്ലാവരും വിചാരിക്കും അപകടം കൊണ്ടാണ് ഭാഗ്യം വന്നതെന്ന്. എന്നോർത്ത് അടുത്ത കാലം ഓടിക്കാൻ നിൽക്കണ്ട കേട്ടോ ഇത്. ഓക്കെ ഓക്കെ, എല്ലാം ശരിയാവും. സമയം നല്ലതാണ്. കാലൊക്കെ റെഡി ആവട്ടെ. ഇനിയിപ്പോ ഒരു റെസ്റ്റോറന്റ് തുടങ്ങാലോ. എന്നിട്ട് മറ്റേ ജഗതി പറയണ പോലെ മുതലാളിക്ക് ജോലി കൊടുക്കുക അവസാനം. അല്ല അത് ഇന്നസെന്റ് ആരാ പറയണ? ഇന്നസെന്റ്. ആ ഇന്നസെന്റ് പറയുന്ന പോലെ ലോട്ടറി അടിച്ചു കഴിയുമ്പോളേ മുതലാളിയെ കൊണ്ട് ഇച്ഛ ഉറപ്പിക്കുന്ന എന്താ അങ്ങനത്തെ ഒരു സിനിമയുടെ ഓർമ്മ വരും. ഓക്കെ, അപ്പൊ എന്താ ചെയ്യാൻ പോണേ? 10 ലക്ഷം എന്ത് ചെയ്യാൻ പോവാണ്? ചികിത്സക്കാണോ ഉപയോഗിക്കാൻ പോകുന്നത്? ഓക്കെ, ക്ലിയർ അല്ല. അപ്പൊ ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാം.